വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോയിൽ കണ്ടിട്ട്. ഞാനിപ്പോൾ ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഷോർട്സ് ഇതിന് മുന്നേ ഇട്ടില്ലായിരുന്നോ, നിങ്ങൾ പോത്തിനെ വാങ്ങിക്കുന്നേ. പോത്തിനെ വാങ്ങിക്കുന്ന ഷോർട്സ് ഇട്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് സ്ഥിരം മീൻസ് ഞാനിങ്ങനെ ഇട്ട സമയത്ത് വരുന്നുണ്ടായിരുന്നു, മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. ഇടീ പോത്തിനെ വാങ്ങിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ അയക്കുന്നുണ്ടായിരുന്നു. ഇടീ പോത്തിനെ എനിക്ക് വളർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ വളർത്തേണ്ടതെന്ന് അറിയത്തില്ല, ഇതിന് എത്ര രൂപയായി, ഒരുപാട് ചിലവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇടുമ്പം പിന്നെയും വന്ന് ചോദിക്കും, എടീ കാണാത്തവരൊക്കെ ഒന്ന് ചോദിക്കുകയോ നീ വാങ്ങിച്ചോ. കൂടുതലും ബോയ്സാണ് വന്ന് ചോദിക്കുന്നത്. കാര്യം അവർക്കിങ്ങനെ വളർത്താൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിൻ്റെ ചിലവും കാര്യമൊന്നും അറിയത്തില്ല, എങ്ങനെ വളർത്തേണ്ടതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളും ഇതുപോലെ ഒന്നും അറിയാതെ ചേട്ടനെ എടുത്തിയാടിയത്. കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. കല്യാണം കഴിഞ്ഞ് ഇവിടെ എൻ്റെ വീട്ടിലോട്ട് ചേട്ടൻ വരുന്ന ആ സമയം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലിങ്ങനെ വന്ന് നിൽക്കുമ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇന്നപോലെ എടി ഇവിടെ പോത്തിനെ വളർത്താൻ നല്ലതാണ്, നല്ല രസമാണ് നല്ല ഇതാ. കാര്യം ഫ്രണ്ടിൽ മുഴുവൻ കണ്ടതായതുകൊണ്ട് ഇതിന് വെള്ളമല്ലേ വേണ്ടേ, വെള്ളമാണ് വേണ്ടതുകൊണ്ട് ഇതിന് വെള്ളത്തിൽ കിടക്കാനും കണ്ടമായതുകൊണ്ട് ഫുള്ള് കണ്ടോ കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും കണ്ടോ, പുറയിലും കണ്ടോ, ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ ഫ്രണ്ടിലും കണ്ടോ. അപ്പം പോച്ചയാണെങ്കിലും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം വളർത്താൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വരുമ്പോഴും പറയും, എടാ നിനക്ക് പോത്തിനെ വാങ്ങിച്ച് വളർത്താൻ ഈസി അല്ലേ, ഇവിടെ കാര്യം അത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വെള്ളത്തിന് അതിന് പോത്തിനെ കിടത്താൻ അതുണ്ട്, കണ്ടമുണ്ട്, പുല്ലുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയും. അപ്പം ചേട്ടനും പറയും, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനായിരുന്നു ആ സമയത്ത് എതിര് നിൽക്കുന്നത്. കാര്യം പോത്തിനെ വേണ്ട, ഇപ്പോഴേ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ മാറ്റി നിർത്തുമായിരുന്നു. പക്ഷേ ഈ വട്ടം ചേട്ടൻ പിടിയാൽ തന്നെ ഒരെണ്ണത്തിനെ വാങ്ങിച്ചു. പക്ഷേ ഞങ്ങൾക്ക് 2 പോത്തുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു പോത്തിൻ്റെ മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ. കാര്യം 2ാമത് പോത്തിനെ എടുക്കാൻ പോയപ്പം ഞാനില്ലായിരുന്നു, എനിക്കൊരു എക്സാം ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. ആ സമയത്ത് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. ആദ്യം എടുത്ത പോത്തിനെ എടുക്കാനായിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പിന്നെ ഒരു ഷോർട്സ് ആക്കി ഇട്ടത്, യൂട്യൂബിൽ വീഡിയോ ഇട്ടത്. അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് എത്ര രൂപയായി, എടുത്തതിൻ്റെയൊക്കെ എത്ര രൂപയായി. ഇപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ചോദിക്കുന്നുണ്ട്, പിന്നെ നാട്ടുകാരാണെങ്കിലും എല്ലാവരും കാണുന്നവരെല്ലാം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപയായി, ഇതിനെന്ത് തീറ്റയാണ് കൊടുക്കുന്നത്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ആദ്യം എടുത്ത പോത്ത് 10 മാസം പ്രായമുള്ള പോത്താണ്. അത് ഞങ്ങൾ 28 രൂപയാണ് ഞങ്ങൾക്ക് ആയത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വണ്ടിയെ കയറ്റി കൊണ്ടുവന്നു. വീട്ടിലിപ്പോൾ ഇതിൻ്റെ റേറ്റൊന്നും പറയരുത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനത്തിനെ വളർത്തുമ്പോൾ അതിൻ്റെ റേറ്റൊന്നും വന്നിരുത് പറയരുത്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ വന്നിരുന്ന് പറയുന്നതേ ഉള്ളൂ. അതൊക്കെ പട്ടെ. 28 രൂപയാണ് ആയത്. 2ാമതെടുത്തതിന് 25,500. അത് 6 മാസം പ്രായമുള്ള പോത്താണ് കേട്ടോ. ഇതിനെ 2നെയും അവിടെ നിന്ന് ഞങ്ങൾ എടുത്തത് കൊല്ലാടോ ചന്തയാണ്. അപ്പോൾ ഇതിനെ 2നെയും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വണ്ടിക്കൂലി ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ അതിനായിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ആഹാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലും വെള്ളവും പിന്നെ കാടി കൊടുക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള കഞ്ഞിവെള്ളം. പിന്നെ ചേട്ടൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരുത്തിപ്പിണ്ണാക്കോ, അതും പുളിയരിയും, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വൈകിട്ട് കളിക്കാൻ പോകുന്നതിന് മുന്നേ അതൊക്കെ കുതുക്കാനിട്ട് വെച്ചിട്ടൊക്കെ പോവും. പിന്നെ നമ്മളിവിടെ മിക്കപ്പോഴും എല്ലാ ദിവസവും ഏത്തക്ക ഇവിടെ ഇപ്പോൾ അപ്പൂപ്പനാണെങ്കിലും എൻ്റെ അപ്പൂപ്പനാണെങ്കിലും കിച്ചു ആണെങ്കിലൊക്കെ ഞങ്ങളെല്ലാവരും, പിന്നെ ഞാൻ ഇപ്പം വണ്ണം വെക്കാനുള്ള ആ ഒരു ഇതിൽ ഞാനും ഏത്തക്കയൊക്കെ ഷേക്കൊക്കെ അടിച്ച് കുടിക്കുന്നുണ്ട്. ഏത്തക്കത്തോലും ഒത്തിരി വരും. അപ്പം അതും, പിന്നെ ഇവിടെ മിക്കപ്പോഴും ഇവിടെ കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് എന്നും കപ്പ പുഴുങ്ങുന്നുണ്ട്, അതിൻ്റെ തൊലി, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നുള്ളതുകൊണ്ട് അതും ഇതിന് തീറ്റയാവുന്നുണ്ട്. പിന്നുള്ളത് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ ഇത് കൊണ്ടുവന്ന ഒരു 5 ദിവസത്തോളം ഫുഡ് നല്ലോണം എടുക്കുന്നില്ലായിരുന്നു. ഫുഡ് നല്ലോണം ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. അതിപ്പോൾ എനിക്കൊന്ന് വിഷമമൊക്കെ കൊണ്ടായിരിക്കും, അവിടെ നിന്ന് വന്നതിൻ്റെയൊക്കെ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരൊക്കെ എനിക്ക് അതുകൊണ്ടായിരിക്കും. അപ്പം തീറ്റയൊന്നും ആദ്യം എടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ പേടിച്ചു, ഇതെന്താ ആഹാരം കഴിക്കാത്ത, ഇനിയും കൊടുക്കണോ
മറച്ചു വയ്ക്കണമെന്നൊരു ഇത് ഞങ്ങൾ വിചാരിച്ച കാര്യം ഇന്ന് ആഹാരം കഴിക്കുന്നില്ലല്ലോ. പിന്നെ ഓരോരുത്തരോടും ഞങ്ങൾ ഇതുപോലെ ഓരോരുത്തരോടും സംശയങ്ങളൊക്കെ വിളിച്ച് ചോദിച്ച് കാര്യം ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഇതുപോലെ ഒത്തിരി പോത്തിനെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ ആ ചേട്ടനെ ആയിരുന്നു എപ്പോഴും ഞങ്ങളിങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങളിങ്ങനെ വിളിച്ച് ക്ലിയറാക്കി അങ്ങനെ ഇരിക്കുക. ചേട്ടൻ ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞിപ്പം ഒരു ഉച്ചയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാം, എടി നാളെ നമുക്ക് പോത്തിനെ എടുക്കാൻ പോകണം. ഞാൻ ഇനിയും പോത്തിനെയോ? ചേട്ടൻ്റെ മനസ്സിൽ രണ്ടാമതൊരു പോത്തിനെ കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് എടുക്കും. കാര്യം ഒരാഴ്ച പോലും തികയുന്നതിന് മുന്നേ പോത്തിനെ പോയി ആദ്യത്തെ ഒരെണ്ണത്തിന് എടുത്തിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ അടുത്തതിനെ പോയി എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം അന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ചന്തയില്ലായിരുന്നു. ബുധനാഴ്ചയും ശനിയാഴ്ചയും ഉണ്ട്. അപ്പോൾ ബുധനാഴ്ച ചന്തയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ശനിയാഴ്ച പോയി എടുത്ത്. അപ്പോൾ ശനിയാഴ്ച എനിക്ക് എക്സാം ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വീട്ടിൽ തേണ്ടി വേറൊരു പോത്തുകൂടിയിരിക്കുന്നു. ആ പോത്തിന് വന്നു കഴിഞ്ഞ് പിന്നെ പനിയായി. അപ്പോൾ അന്നേരം ഞങ്ങൾ വിചാരിച്ചത് ഇതെന്താ ഇങ്ങനെ, അതിനൊട്ടും ഒരു ഇതുമില്ല, ഒരു ആക്റ്റീവും അല്ല, ഒരു ചാട്ടവും ഇല്ല, ഓട്ടവും ഇല്ല, ഒന്നുമില്ല, ഒരിടത്ത് തന്നെ കിടപ്പ, ഒരു ഇതുമില്ല. അപ്പോൾ അതിലും ഞങ്ങൾ വിചാരിച്ചത് ഇതിനെ ഇനി കൊടുക്കേണ്ടി വരുമോ, കൊടുത്തിട്ട് വേറെ ഇനി എടുക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച്. പക്ഷേ ആ പുള്ളിക്ക് പുള്ളിന്ന് ആ പോത്തിന് പനി ആയതുകൊണ്ടായിരുന്നു അങ്ങനെ. പിന്നെ ഡോക്ടറിനെ വിളിച്ച് അതിന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് 2ാമത്തെ ദിവസം തൊട്ട് ഫുൾ ആക്റ്റീവായി. അപ്പോൾ ഇതിൻ്റെ ഞങ്ങളിപ്പോൾ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ChatGPT ആയിരുന്നു ഞങ്ങളെ സഹായിച്ചത്. ഓരോ സംശയം വരുമ്പോഴും അതിനോട് ChatGPTയോട് പോയി ചോദിക്കും, ഇതെന്താ അങ്ങനെ. അപ്പം ChatGPT ഞങ്ങൾക്ക് ഓരോന്നും പറഞ്ഞുതരും. ഞങ്ങൾ സംശയം തീർത്തുകൊണ്ടിരുന്നത് അങ്ങനെ. പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെയും അങ്ങനെ ഓരോ സംശയവും അങ്ങനെ തീർത്തു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ പ്രോയായി, ഈ കാര്യത്തിലൊക്കെ പ്രോയായി. ഒന്നും അങ്ങനെ സംശയങ്ങളൊന്നും പിന്നെ എന്നിട്ടും സംശയം വരും. പക്ഷെ അതെല്ലാം ChatGPT തന്നെ തീർത്ത് തരും. ചോദിക്കുമ്പോൾ പോയി എല്ലാം പറഞ്ഞു തരും. കേട്ടോ, ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് അറിയുന്നു? ഈ ChatGPTക്കൊക്കെ ഇതിനെപ്പറ്റി എങ്ങനെ അറിയുന്നു എന്ന് ഞാൻ ആലോചിക്കും. ഇപ്പോൾ എന്തുണ്ടെങ്കിലും എടി എനിക്കൊരു സംശയം ഉണ്ട്, അതൊന്ന് ChatGPTയോട് ചോദിച്ചേ, ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പം ഇപ്പം ചേട്ടൻ ഇനിയും ഒരു 5 പോത്തിനെയും കൂടെ എടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തുവാകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ നാളെ വിളിച്ചിട്ട് പറയാം, എടി ഇതാ മറ്റന്നാൾ പോയി നമുക്ക് പോത്തിനെ എടുക്കാം. മറ്റേ രണ്ടാമത്തെ പോത്തിനെ എടുത്ത പോലെ വിളിച്ചു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യ. ഞാനിപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത് ഇപ്പം 2 മതി. കാര്യം ഇനി ഒന്ന് വളർത്തി ഇതാക്കിയിട്ട് ഇനിയും പിന്നീട് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചേക്കുക. ഇനിയും എന്തുവാണെന്നറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ. എടുത്തപ്പം ഞാൻ പറഞ്ഞല്ലോ 10 മാസം ഉള്ളതിനെ എടുത്തപ്പോൾ 28ഉം 6 മാസം ഉള്ളതിനെ എടുത്തപ്പം 25,500 ആയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ തീറ്റി, പിന്നെ വേറെ മരുന്ന് കൊടുത്തു ചേട്ടൻ. അത്രയൊക്കെ വലിയ ചിലവൊന്നും അധികം ആയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഇതിന് ചിലവ് ഇതുവരെ വന്നിട്ടുള്ളൂ. ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ. അപ്പം ഞാനിതിപ്പോൾ വന്ന് പറയാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചോദിക്കണം, എല്ലാവർക്കും ഉള്ള സംശയം. ഞങ്ങളും ഇതുപോലെ ഓരോരുത്തരോട് സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞോ വരാം. ഞാനിപ്പോൾ അധികം അടുപ്പിച്ചിങ്ങനെ യൂട്യൂബിലൊന്നും വീഡിയോ ഇടുന്നില്ല. വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല. ടൈമൊക്കെ ഒത്തിരി ഉണ്ട്. കാര്യം ഇവനിപ്പോൾ അംഗനവാടി വിടുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, ഉണ്ട് ടൈം. പക്ഷെ മടിയൊക്കെ അല്ലേ, ഫുൾ ടൈം ഉറക്കം. ഇവനെ അംഗനവാടി വിട്ട് കഴിഞ്ഞാൽ വന്നിട്ട് ഫുൾ ടൈം ഉറക്കം. ചേട്ടനും ഇല്ല ജോലിക്ക് പോകുമ്പം. പിന്നെ വയ്യ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടും കിടന്നുറങ്ങും. അതേ ഉള്ളൂ.